ഈ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ട് എന്നിരിക്കെ അതിനെല്ലാം ഒരു മാറ്റം വരണം. അതിനെല്ലാം ഒരു മാറ്റം വരണമെങ്കിൽ ഗവൺമെന്റ് മാറണം. ആ ഗവൺമെന്റ് ഇവിടെ മാറണമെങ്കിൽ തൊടുപുഴ ഉൾപ്പെടുന്ന കേരളത്തിന്റെ 140 നിയോജക മണ്ഡലത്തിൽ നിന്നും ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ച് കേരളത്തിന്റെ നിയമസഭയുടെ ശ്രീകോവിലേക്ക് കടന്നു ചെല്ലണം. കേവലമായ വോട്ടുകൾ നേടി വിജയിച്ചാൽ മാത്രം പോരാ. ശ്രീ അബു ജോൺ ജോസഫ് വിജയിക്കും എന്നുള്ള കാര്യത്തിന് ഇന്ത്യയിൽ ആർക്കും തർക്കമില്ല. പക്ഷേ അത് ഭൂരിപക്ഷം 1,00,000-ൽ മുകളിലാക്കി കൊടുക്കുക എന്നുള്ള ധാർമ്മികത ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാട്ടില് വലതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രസ്ഥാനങ്ങൾ സർവീസ് സംഘടനാ രംഗത്ത് വലിയ മികവുറ്റുന്ന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലയളവാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷത്തിരിക്കേണ്ട ഗതികേടുണ്ടായപ്പോൾ ഈ നാട്ടിലെ ഓരോ സംഘടിതമായ ജനവിഭാഗങ്ങളെയും അഡ്രസ് ചെയ്യേണ്ട കാര്യക്രമത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മളുടെ പ്രസ്ഥാനങ്ങൾക്ക് വളരെ വ്യക്തമായും അതുപോലെ തന്നെ ആളുകളുമായി നല്ല രീതിയിൽ സംവദിക്കുന്നതിനുള്ള ഒരു സാമൂഹിക സാഹചര്യമാണ് ഉണ്ടായത്. കാരണം മറുവശത്ത് പറഞ്ഞത് നിവർത്തിക്കാതെയും അതിലപ്പുറമായിട്ട് സംഘടിത സ്വഭാവത്തോടു കൂടി ആളുകളെയും വ്യവസ്ഥാപിതമായി തൊഴിൽ ചെയ്യുന്നവരെയും പീഡിപ്പിക്കുന്ന ഒരു വിഭാഗം ഭരണാധികാരത്തിന്റെ പിമ്പുപറ്റി നിൽക്കുമ്പോൾ അതിൽ നിന്ന് അപ്പുറമായിട്ട് ആശയഗതിയുടെ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടമായി നിൽക്കുന്ന നമ്മളുടെ ആളുകൾ അവർക്ക് ആശയപരമായി നിൽക്കുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിലും ഭരണാധികാര പ്രയോഗത്തിൽ കഴിഞ്ഞ 10 വർഷങ്ങൾ നമ്മുടെ ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള യാതനയുടെയും വേദനയുടെയും ഒരു കാലയളവിലൂടെയാണ് കഴിഞ്ഞു പോയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ടുള്ള പ്രവർത്തനമാണ് ആ ഗവൺമെന്റ് നടത്തിയിരുന്നത്. ചില സംഘടനാ പ്രവർത്തകരെല്ലാം അവര് എഴുതി തയ്യാറാക്കി കൊണ്ടുവരുന്ന രസീത് പറിച്ചെറിഞ്ഞ് എടുക്കാൻ പറഞ്ഞ് ആക്രോശിച്ചു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു എഞ്ചിനീയറുടെ ഓഫീസിൽ കഴിഞ്ഞ ദിനം ഇരുന്നപ്പോൾ ഒരു ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ഒരു സ്ത്രീ ഇടതുപക്ഷത്ത് പ്രവർത്തിക്കുന്നു. ഇത്തരത്തിലൊരു എയുടെ മുമ്പിൽ വലിച്ചെറിഞ്ഞു കൊടുത്ത് ഏൽപ്പിക്കണം എന്ന് ആക്രോശിച്ചു പോയത് ഞാൻ സാക്ഷിയാണ്. അപ്പൊ അത്രയധികം ദാർഢ്യത്തോടു കൂടിയുള്ള പെരുമാറ്റമായിരുന്നു ഈ സംഘടനാ രംഗത്ത് ഇടതുപക്ഷ യൂണിയന്റെ പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് അനുഭവിക്കേണ്ടി വന്നത്. ഞാൻ ഉദാഹരണം ചൂണ്ടിക്കാട്ടിയെന്നേ ഉള്ളൂ. അധ്യാപകരെ എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം സമൂഹത്തിൽ മാനിക്കപ്പെടുന്ന ഒരു ഗണമാണ്. ഞാൻ കുഞ്ഞുനാളിലെ എൻ്റെ പിതാവ് 3 തട്ടുള്ള ഒരു ചോറ്റുപാത്രം ഉണ്ടായിരുന്നു. അതില് ഭക്ഷണവും ഒഴിച്ചുകറിയും തോരനുമായി കയ്യിൽ തൂക്കി രാവിലെ സ്കൂളിലേക്ക് നടന്നു പോകുമ്പോൾ ഒരു കയ്യിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ ഈ കരിമണ്ണൂരിലേക്ക് മുളപ്പുറം തമ്മംകുത്ത് ഭാഗത്ത് നടന്നു വരുന്ന കുട്ടികള് അവരോരോരുത്തരായി ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയുന്നത് ഞാനും കേട്ടനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ സൂചിപ്പിച്ച ഇത്രയധികം നിങ്ങളെ സ്നേഹിക്കുന്ന, സമൂഹത്തിൽ സ്നേഹം കിട്ടുന്ന, ബഹുമാനം കിട്ടുന്ന ഒരു പ്രൊഫഷൻ ഇല്ല. കൈക്കൂലിയുടെയും മറ്റ് മറിമായങ്ങളുടെയും സർവീസ് സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന നിങ്ങൾ ഈ സമൂഹത്തിൽ പ്രാപ്യരായിട്ടുള്ളവരാണ് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. പക്ഷേ നിങ്ങൾ നാളിതുവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി കളവ് പഠിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ നമ്മുടെ മൂല്യബോധം നഷ്ടപ്പെടുന്ന, ആത്മാർത്ഥതയോടുകൂടി പഠിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ച സിലബസിനെ സംബന്ധിച്ചാണ്. ഈ നീക്കിവെച്ചിരിക്കുന്ന സീറ്റുകൾ അത് ലഭ്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ അത് ഒഴിച്ചിട്ടിട്ട് ബാക്കിയുള്ള നിയമനങ്ങൾ നടത്താൻ മാനേജ്മെന്റുകൾ തയ്യാറായപ്പോൾ അതിന് സാഹചര്യം സൃഷ്ടിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായില്ല. NSS മാനേജ്മെന്റ് സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് പ്രത്യേക വിധി ഉണ്ടാക്കി 83 പേർക്ക് പ്രത്യേകമായ സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടി നിയമനം ലഭ്യമായി എന്നുണ്ടെങ്കിൽ മറ്റിതരങ്ങളായിട്ടുള്ള കോർപ്പറേറ്റ് മാനേജ്മെന്റുകളിൽ അതിനുള്ള സാധ്യത ഉണ്ടായില്ല എന്നുള്ളത് നിങ്ങൾക്ക് അമിത ഭാരം പഠിപ്പീര് എന്നുള്ള കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളതിൽ അപ്പുറമായി വിദ്യാഭ്യാസ മേഖലയെ പിന്നോട്ട് തള്ളുന്നതിനുള്ള ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.